ഇന്ന് രാവിലെ മുതൽ കാണുന്ന കാഴ്ചകൾ അങ്ങേയറ്റത്തെ വേദനയാണ്. ഇന്നലെ വരെ വീട്ടിലുറങ്ങിയ നാടിനും വീടിനും പൊന്നോമനകളായ 4 മിടുക്കി കുഞ്ഞുങ്ങൾ ഇന്നുറങ്ങുന്നത് പള്ളിക്കാട്ടിലാണ്. ആ റോഡിൽ അപകടങ്ങളും മരണങ്ങളും അന്നാട്ടുകാർക്ക് ഒരു പുത്തൻ കാര്യമേ അല്ല. ആവർത്തിക്കുന്ന അപകടങ്ങളിൽ അവർ പ്രതിഷേധവും വേദനയും അറിയിക്കാറുണ്ട്. പക്ഷേ കേൾക്കേണ്ടവർ അത് കേൾക്കുന്നില്ലെന്ന് മാത്രം. പരസ്പരം പഴിചാരുന്ന പതിവ് രീതിക്ക് തുടക്കമായിട്ടുണ്ട്. ആവർത്തിക്കുന്ന വാഹനാപകടങ്ങളിൽ അകാല വേദനയും അനാഥത്വവും ഉണ്ടാക്കി മനുഷ്യർ മരിച്ചൊടുങ്ങുമ്പോൾ ഭരണകൂടങ്ങൾ എന്താണ് ദയാരഹിതം കല്ലിനു കാറ്റുപിടിച്ച മാതിരി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. മരണം എത്ര മരണം ഇവിടെ സംഭവിച്ചു അറിയോ? എത്ര മരണം ഇവിടെ സംഭവിച്ചു? ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ 2-3 ജീവൻ പോകും. പോയി കഴിഞ്ഞാൽ ഇതേപോലെ ആൾക്കാർ വരും. നിജേഷ് ഹരം നടുക്കൽ പി കൃഷ്ണദാസ്, ശ്രീ ഉപേന്ദ്ര നാരായണൻ, ശ്രീ എം കെ ഹരിദാസ്, ശ്രീ എം എസ് നാസർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ഞാൻ ആദ്യം ശ്രീ ഹരിദാസിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ ഹരിദാസ്, ഇന്നിപ്പോൾ രാവിലെ മുതൽ താങ്കളും ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മനുഷ്യരായി പിറന്നവർക്ക് കണ്ണ് നനയാതെ കണ്ടിരിക്കാൻ കഴിയുന്ന കാഴ്ചകളല്ല. അത്രത്തോളം വേദന നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. ഒരു വാർത്താ ദിനം കൂടിയായിരുന്നു. ശ്രീ ഹരിദാസ്, ആ മേഖലയിൽ അപകടം പുതിയതേ അല്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കഴിഞ്ഞ 6 മാസ കണക്കെടുത്താൽ തന്നെ ഉള്ള മരണക്കണക്കുകൾ ഞെട്ടിക്കുന്ന മരണക്കണക്കാണ്. ഈ വേദനയ്ക്ക്, ഈ അനാഥത്വങ്ങൾക്ക് ഉത്തരവാദി ആരാണ് ശ്രീ ഹരിദാസ്? വിലാപവും മുതലക്കണ്ണീരൊക്കെ നമുക്കൊരു 4 ദിവസം കാണാം. അതിനപ്പുറം യാതൊരു വിധത്തിലുള്ള നടപടിയും ഇത്തരത്തിലൊരു അപകടം ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്നല്ല എവിടെയും ഒരു സർക്കാരും അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നൊന്നും പറഞ്ഞിട്ട് താഴ്ത്തിക്കെട്ടാൻ ഞാൻ തയ്യാറല്ല. കാരണം 2001 മാർച്ച് 11 കോട്ടക്കലിനടുത്ത് പൂക്കിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ബസ് അപകടത്തിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെന്തു മരിച്ചത്. 41 പേര്. ഭയാനകമായിരുന്നു. അന്ന് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഇത്ര സജീവമല്ലെങ്കിലും ഈ അച്ചടി മാധ്യമങ്ങളിൽ വന്ന ഫോട്ടോസൊക്കെ പേടിപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ അതിൽ കണ്ടെത്തിയ 2 കാര്യങ്ങളൊന്നും ഓവർ സ്പീഡായിരുന്നു. 2 ഡീസൽ എന്ന ഇന്ധനത്തിനൊപ്പം മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് അതിൻ്റെ ഇന്ധന ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ ബസ് ഉടമകൾ നടത്തുന്ന നടപടിയുമായി അത്തരത്തിലുള്ളൊരു സംഗതി ചെയ്യുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ഇതിൻ്റെ ആക്സിൽ മുറിഞ്ഞു, നിലത്ത് കിടന്ന് ഒരഞ്ഞപ്പോൾ ഉണ്ടായ തീയിൽ നിന്നും പെട്ടെന്ന് മണ്ണെണ്ണ കൂടുതലുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് തീ പിടിച്ചിട്ടാണ് 41 പേര് മരിച്ചത്. എന്നിട്ട് തിരിഞ്ഞ് നമ്മൾ 2001 നിന്ന് 2024 23 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നും ഈ മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് ഈ സ്വകാര്യ ബസ്സുകൾ ഗതാഗതം നടത്തുന്ന സംഗതി കേരളത്തിൽ സുഗമമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ എന്താ ഉണ്ടാവുക? അതുമാതിരി തന്നെ 2022 ഒക്ടോബർ 6 വടക്കഞ്ചേരി 5 കുട്ടികളടക്കം 5 സ്കൂൾ കുട്ടികളടക്കം 9 പേരുടെ മരണത്തിനിടയാക്കിയ ടൂറിസ്റ്റ് ബസ് അപകടം അന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ ഈ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഈ അപകട സ്ഥലം വരെ ചുരുങ്ങിയത് ഒരു 200 ചില്ലാനും CCTV ക്യാമറകൾ കവർ ചെയ്തിട്ടുണ്ട്, AI ക്യാമറകൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ 4-5 ഡിവിഷനിൽപ്പെട്ടിട്ടുള്ള പോലീസിൻ്റെയും അതുമാതിരി തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഏരിയകൾ കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉണ്ടായത് ബസ്സിൻ്റെ കളർ മാറ്റാനുള്ള തീരുമാനത്തിനപ്പുറം, അതായത് സ്കൂൾ ബസ്സുകൾ അല്ലെങ്കിൽ കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്ന ബസ്സുകൾ മുൻകൂർ അനുമതി വാങ്ങിയിട്ട് ഒരു ഇൻസ്പെക്ഷൻ, വെറും ഒരു ഡ്രാമ, ഒരു ഇൻസ്പെക്ഷൻ, അങ്ങനെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ടൂർ പോകുന്ന ബസ്സുകളിൽ നിന്നുമുള്ള അവരുടെ അതീവ ശേഷിയുള്ള ലൈറ്റുകളുടെ പ്രകാശം കണ്ണിൽ തട്ടിയിട്ട് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്നും നിലനിൽക്കുകയാണ്. അപ്പോൾ ആ അപകടത്തിൽ പറഞ്ഞത് എന്താ? ഇനി മുതൽ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നിട്ട് സംയുക്തമായിട്ട് ഏകോപനമായിട്ട് ഇത്തരത്തിൽ രാത്രിയിലെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട് അവർക്ക് ചായ കൊടുക്കുകയും ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുകയും ചെയ്യും. അതുപ്രകാരം കൊണ്ട് ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച നിലനിർത്താൻ പറ്റിയില്ല ഇത്തരത്തിലുള്ളൊരു സംഗതി നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പോൾ ആലപ്പുഴയിലുണ്ടായ സംഭവത്തിൽ എന്താ പറയുന്നത്? ഒരു ജലപാളിയിൽ കയറി പിടിച്ചിരിക്കുകയാണ്. ജലപാളിയിൽ നിന്ന് തെന്നിയിട്ട് ബസ് പോയിട്ട് ഇടിച്ചു. അപ്പോൾ അത്തരത്തിലുള്ളൊരു നമ്മളൊരു കാഴ്ചപ്പാടിൽ എത്തി നിൽക്കുമ്പോൾ ഈ വാഹനം അനധികൃതമായിട്ട് റെൻ്റുകാരന് കൊടുത്തിട്ടുള്ള വ്യക്തി 7 പേര് യാത്ര ചെയ്യേണ്ട വണ്ടിയിൽ 10 പേര് യാത്ര ചെയ്യുന്നത് നമ്മുടെ അധികൃതർ കണ്ടില്ല, നമ്മുടെ പോലീസ് കണ്ടില്ല, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല. അതേ സമയത്ത്
നാടകവണ്ടിയിൽ ഒരു നാടകം കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നടന് ആകെ കൂടി 200-250 രൂപയാണ് ഒരു കളിക്ക് കിട്ടുന്ന അവസ്ഥയിൽ ഒരു നാടകവണ്ടിയിൽ ബോർഡ് വെച്ച് അനധികൃതമായിട്ട് പെർമിഷൻ ഇല്ലാണ്ട് ബോർഡ് വെച്ച വണ്ടി പിടിച്ചിട്ട് 25,000 രൂപ പിഴ ചുമത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ഫോട്ടോയും ആ നാടകവണ്ടിയുടെ ഫോട്ടോയും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലെ പൈപ്പോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ കയറ്റിയിട്ട് പെട്ടി ഓട്ടോറിക്ഷ ഓടിയതിന് 5,000 രൂപ പിഴ അടച്ചിട്ടുള്ള മിനിഞ്ഞാന്നാണ് ഒരു പെട്ടി ഓട്ടോറിക്ഷക്കാരൻ എന്നോട് പറഞ്ഞത്, സാറേ 5,000 രൂപയാണ് പിഴ അടച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പാവങ്ങളുടെ നേരെ കുതിര കയറുക എന്നുള്ളതല്ലാതെ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇവിടുത്തെ സർക്കാരും നിലവിലെ സർക്കാരും കൂടിയിട്ട് 4 കുടുംബങ്ങളുടെ തോരാക്കണ്ണീരിന് വേണ്ടിയിട്ടുള്ള ഒരു അപകടം ഉണ്ടാക്കി എന്ന് വേണം പറയാം. ഇത് ഉണ്ടായ അപകടമല്ല, ഉണ്ടാക്കി എന്ന് വേണം പറയാൻ. കാരണം അമിത ചരക്ക് കയറ്റി വരുന്ന വാഹനങ്ങളിൽ ഒരു പരിശോധന നടത്താനോ ആ ഡ്രൈവർക്ക് നമ്മൾ പറയില്ലേ ഒരു പിഴയടയ്ക്കാനോ ഇന്ന് വരെ കേരളത്തിൽ തയ്യാറായിട്ടില്ല. 60% റോഡുകൾ കൃത്യമായ നമ്മൾ പറയില്ലേ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ളതല്ല കേരളത്തിലെ എന്നുള്ളത് വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എനിക്ക് മറുപടി തന്നിരിക്കുകയാണ്. ഈ 60% സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കൃത്യമായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റാത്ത സാഹചര്യം ഉറപ്പില്ല. അത്രയും വിലയുള്ളൂ കേരളത്തിലെ മനുഷ്യജീവന റോഡുകളിൽ അത്രേ വിലയുള്ളൂ എന്നത് ഒന്നാണോ? എത്ര ചെയ്താൽ പറ്റില്ല, നമ്മൾ നടന്നു പോയാൽ പറ്റില്ല. എത്ര സംഭവം ഈ മരിക്കുന്നവരിൽ എത്ര ശതമാനമാണ് ഒന്നും അറിയാത്ത കാൽനട യാത്രക്കാർ? അപ്പോൾ വാഹനം ഓടിക്കുന്നുണ്ട് മാത്രമാണോ? അല്ല, റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കയറുന്ന ഒരു ഉറപ്പ് ആർക്കും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ടെന്നുള്ളതിന് സാക്ഷ്യം ഈ വാർത്തയാണ്. ഞാൻ ശ്രീ എം.എസ്. നാസറിലേക്ക് പോകുന്നു. നാസർ ആ നാട്ടുകാരനാണ്, ഹൃദയയുടെ വീടിനടുത്തുള്ള അയൽവാസിയാണ്, ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയുമാണ്. ശ്രീ നാസർ, അവിടെ 2022 കോങ്ങാട് MLA സഭയിൽ വെക്കുന്ന സബ്മിഷനിൽ തന്നെ പറയുന്നുണ്ട്, അന്ന് തന്നെ 50 അപകടങ്ങളെപ്പറ്റി ശ്രീമതി കെ ശാന്തകുമാരി സഭയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞുണ്ടായ അപകടങ്ങൾ, മരണം 6 മാസ കണക്കെടുത്താൽ 33 അതോ 50 എന്ന് പറയുന്നു. 6 മാസ കണക്കാണ് 33 മരണം ഒരു മേഖലയിൽ മാത്രം. അന്നൊന്നുമില്ലാത്ത കളക്ടറേറ്റ് മീറ്റിംഗ് ഇന്നുണ്ടായി കേട്ടോ ശ്രീ നാസർ. എന്തുകൊണ്ടാണത്? ഇന്നലെ അപകടത്തിന് ശേഷം നാട്ടുകാർ അവരവരുടെ ധാർമ്മിക രോഷവും വേദനയും ഒക്കെ ശക്തമായ ഭാഷയിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അത് പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രം ഇന്ന് കളക്ടറേറ്റിൽ എന്തോ മീറ്റിംഗ് ഉണ്ടായി. അവിടുന്ന് സ്പീഡ് ബ്രേക്കർ വെക്കാനും പിന്നെയും അവിടെ ചുരണ്ടാൻ NHAയോട് പറയാനും പിന്നെ നാളെ എല്ലാവരോടും ചേർന്നുള്ള സുരക്ഷാ ഓഡിറ്റ് നടത്താനൊക്കെ തീരുമാനിച്ച് പിരിഞ്ഞു. കണ്ണിൽ പൊടിയിടലാണ് നാസറേ, ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആശ്മി പറഞ്ഞിടത്തു നിന്ന് തന്നെ തുടങ്ങുകയാണ്. ആശ്മി പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. കാരണം ഇത് സത്യത്തിൽ ഇതൊരു സീരിയസ് ആയിട്ട് ഇത് കണ്ടിട്ടില്ല. നിങ്ങൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. കാരണം മരണം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഒരു സ്ഥിരം സംഗതിയാണ്. ഞങ്ങൾ തീർച്ചയായും നാട്ടുകാർ മനസ്സിലാക്കുന്നത് ഈ മരണം കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ ഇടയായത് ഈ മരണത്തിൻ്റെ എണ്ണം 4 വർദ്ധിച്ചു എന്നുള്ളതും ഇത് വിദ്യാർത്ഥികളായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ മരണത്തിന് ഇത്രമാത്രം ഒരു പ്രാധാന്യം കൈവന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഭാഗ്യം എന്ന് പറയട്ടെ, ഈ കുട്ടികളിൽ 7 കുട്ടികൾ സദാസമയം ഒരുമിച്ച് പോകുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾക്കിടയിലുള്ള ചെറിയ സൗന്ദര്യപ്പണക്കത്തിൻ്റെ പേരിലാണ് 2 കുട്ടികൾ മിനിറ്റുകൾക്ക് മുമ്പേ മാറിപ്പോയത്. ഒരു കുട്ടി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. അതല്ലെങ്കിൽ ഈ മരണത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇത്രയല്ല. അപ്പം അതുകൊണ്ട് ഇതിന് മുമ്പ് തന്നെ ഒരു മരണം ഞാൻ ഓർക്കുകയാണ്. അച്ഛനും അമ്മയും 2 കുട്ടികളും ബൈക്കിൽ വന്നപ്പോൾ അച്ഛനും അമ്മയും അവിടെ മരിക്കുകയും 2 കുട്ടികൾ അനാഥമായതും ഇതേ സ്ഥലത്താണ്. മരണത്തെക്കാളേറെ ജീവച്ഛവങ്ങൾ ജീവിച്ചിരിക്കുന്ന മരണത്തേക്കാൾ ഭീകരമായ ജീവച്ഛവങ്ങൾ ഇതിൻ്റെ പേരിൽ കുറേയായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് കലക്ട്രേറ്റ് മീറ്റിങ്ങിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെയും അതിൻ്റെ ഒരു സീരിയസ്നെസ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാണാൻ വേണ്ടി തീരുമാനം എന്താണ്? സ്പീഡ് ബ്രേക്കർ വെക്കാം. എങ്ങനെയാണ് സ്പീഡ് ബ്രേക്കർ നടക്കുക? അത്രയും നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്ന പ്രകാരം ഒരു കുത്തനെ ഇറക്കമാണ്, കുത്തനെ കയറ്റവുമാണ്. അവിടെ വാഹനങ്ങൾ വളവിൽ വീശിയെടുത്ത് പോകുന്ന സ്ഥലമാണ്. ആ വാഹനങ്ങൾ വീശിയെടുത്ത് പോകുന്ന സ്ഥലത്ത് ഹമ്പ് വെച്ചാൽ എന്തുണ്ടാവാനാണ്? സ്പീഡ് ബ്രേക്കർ വെച്ചാൽ ആര് കാണാനാണ്? അവിടെ ചുരണ്ടിയിട്ടാൽ മിനുസമായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചുരണ്ടാൻ വേണ്ടി ആരാണ് നോക്കിക്കൊണ്ടിരിക്കുക? ഇന്നോട് തീരുമാനമുണ്ട്, പോലീസ് നിയന്ത്രിക്കുന്നു. എത്ര ദിവസം പോലീസ് നിയന്ത്രിക്കും ആ റോഡ് അവിടെ നിന്നിട്ട്? ഈ 2 ദിവസം വാർത്ത കഴിഞ്ഞാൽ അത് പോയി. ഞാൻ അത്രേ ഉള്ളൂ.
പിന്നെ അടുത്ത അപകടം ഉണ്ടാവണം. ഈ തീർച്ചയായും ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ തന്നെ ആശ്മി പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതുപോലത്തെ അപകടങ്ങൾ വരുമ്പോൾ ആ സമയത്ത് അതിൻ്റെ തീവ്രവികാരം നിലനിൽക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള കുറേ ഗിമ്മികൾ കാണിക്കുക എന്നല്ലാതെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ചുരണ്ടൽ കൊണ്ടോ ഏതെങ്കിലും തകരത്തിൻ്റെ 2 ഡിവൈഡർ വെക്കുന്നത് കൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ല. ഇതിലും ഭീകരമായ മരണങ്ങൾ അവിടെ സംഭവിക്കാൻ പോവുകയാണ്. മാത്രമല്ല ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ ഒരു കലാപത്തിൻ്റെ വക്കിലുള്ളതാണ്. ഭാഗ്യവശാലാണ് അത് അവിടെ നിന്ന് തട്ടി നീങ്ങിപ്പോയിട്ടുള്ളത്. ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു വലിയ പ്രക്ഷോഭത്തിനും അതല്ലെങ്കിൽ ഒരു വലിയ കലാപത്തിൻ്റെ മാനസികാവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ആശ്മി പറഞ്ഞതുപോലെ തന്നെ ഇതിന് പണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ട്, വയറുവേദന വരുമ്പോൾ തലമുണ്ടനം ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ അതുപോലുള്ള പരിപാടിയാണ് അവിടെ നടത്തുന്നത്. ആ റോഡ് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ നിർമ്മിച്ചവരും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയതിലൊക്കെയുള്ള അപാകതയാണ്. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ വളരെ ശാസ്ത്രീയമായി അവിടെ റോഡ് പുനർനിർമ്മാണം നടത്തണം. അവിടെ ലൈറ്റില്ല, അന്യായമായ വീതി, ഈ വീതിയുടെ നടുവിൽ ഇടിച്ചാൽ രാത്രികാലങ്ങളിൽ ആൾക്ക് ഉറങ്ങാൻ പറ്റാത്ത ഈ തകരത്തിൻ്റെ ഡിവൈഡർ തകർന്നു പോവുകയാണ്. സ്ഥായിയായ ഡിവൈഡർ സംവിധാനങ്ങളില്ല. അതുപോലെ തന്നെ 55ഓളം മരണങ്ങളാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ബോർഡറിൽ നടന്നിട്ടുണ്ടെന്നാണ് ഏകദേശം ഒരു കണക്ക് പറയുന്നത്. ഏതാനും ദിവസം മുമ്പാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരറ്റത്തൊരു സ്കൂട്ടി ഇടിച്ചൊരു സ്ത്രീ മരിച്ചിട്ടുള്ളത്. 5 യുവാക്കൾ മരിച്ചത് ഏകദേശം 2 മാസത്തിൻ്റെ ഉള്ളിലാണ്. അതൊക്കെ തന്നെ ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ സംഭവം പ്രധാനമായും അത് അവിടെ കൊണ്ട് ഈ സ്പീഡ് ബ്രേക്കർ വെക്കുന്നത് കടലിൽ കായം കലക്കുന്നത് പോലെയാണ് എന്ന് പറയുകയാണ്. എന്താണ് വഴി എന്ന ചോദ്യത്തിന് അത് കേന്ദ്രത്തിലേക്ക് തന്നെയാണ് കണ്ണുകൾ. നടുവിൽ പി കൃഷ്ണദാസ്, ഇവിടെ എന്താണ് ഇവിടെ ഈ അപകടവളവ് നിവർത്തണം എന്നതാണ് അതിൻ്റെ ശാശ്വതമായ പരിഹാരം. അതല്ലാതെ മറ്റെന്ത് കാണിച്ചാലും എന്ത് പോലീസ് സുരക്ഷ ഇന്നിപ്പോൾ പോലീസ് നോക്കുമെന്ന് പറയുകയാണ്. ഈ പറയുന്ന ഒരു തിരക്കുള്ള റോഡിൽ രാവിലെ മുതൽ രാത്രി വരെയും രാത്രി മുതൽ രാവിലെ വരെയും ഏത് പോലീസ് എത്ര കാലം കൺട്രോൾ ചെയ്യാനാണ്? ഏത് സ്പീഡ് ബ്രേക്കർ വെച്ചാൽ എന്താണ് കുത്തനെ ഇറങ്ങി വരുന്ന ആ വളവിൽ ആ സ്പീഡ് ബ്രേക്കർ ആര് കാണാനാണ്? ഡിവൈഡർ വെച്ചാൽ ആ ഡിവൈഡർ പൊളിക്കലാണ്. വണ്ടികൾ വന്നിടിച്ച് അവിടെ അപകടം, ആളുകൾ മരിക്കുകയാണ്. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒരുപാട് ആളുകൾ മരിക്കണം. ഇതിപ്പോൾ മരണം 4 ആയതുകൊണ്ട് വാർത്തയായതാണ്, 4 കുഞ്ഞുങ്ങളായതുകൊണ്ട് വാർത്തയായതാണ്. അല്ലെങ്കിൽ വാർത്തയിൽ അല്ലാതെ പോകുന്ന ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുകയാണ്. ശാശ്വത പരിഹാരം അപകടവളവ് നിവർത്തലാണ്. അത് നിവർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലയാവർത്തി കേന്ദ്രത്തെ പോയി കണ്ടതാണ്. ഇന്നിപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പി പറയുകയാണ്, 2 ആവർത്തി 3 ആവർത്തി ലോക്സഭയിലടക്കം പറയുന്നുണ്ട്, മന്ത്രിമാരെ പോയി കാണുന്നുണ്ട്. അതുമാത്രം ഈ ദേശീയപാത അതോറിറ്റി കണ്ടമട്ട് നടിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ദേശീയപാത അതോറിറ്റി കുരുതി കൊടുത്തതാണ് 4 കുഞ്ഞുങ്ങളെ അവിടെ. ശ്രീ പി കൃഷ്ണദാസ്, ഹാഷ്മി പറയുന്ന അഭിപ്രായത്തോടും ഇവിടെ നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനപ്പെട്ട ആളുകൾ സംസാരിച്ച അഭിപ്രായത്തോടുമെല്ലാം ഒരു പരിധിവരെ ഞാൻ യോജിക്കുകയാണ്. അങ്ങയുടെ അവസാനം എന്നോടുള്ള ചോദ്യം ദേശീയപാത അതോറിറ്റി 4 പേരെ കുരുതി കൊടുത്തതാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തൊട്ടാകെ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഗവേഷണവും നടത്തേണ്ടതില്ല. ഇപ്പോൾ കളർകോട് ആലപ്പുഴയിൽ കഴിഞ്ഞ ആഴ്ചയാണ് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിക്കുന്ന സാഹചര്യമുണ്ടായത്. സംസ്ഥാനത്ത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് നമ്മുടെ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് 12ഓ 13ഓ അപകടങ്ങൾ ഇന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ മരണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് പല സാഹചര്യങ്ങളിലും അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഓരോ അപകടങ്ങളെ സംബന്ധിച്ച്. പക്ഷേ അതിൻ്റെ പരിശോധന നടത്തി അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മറ്റേതെങ്കിലും ഒരു പരിഹാരം പ്രത്യക്ഷമായോ പരോക്ഷമായോ നിർദ്ദേശിക്കാൻ കഴിയുന്നതാണോ എന്ന് എനിക്കറിയില്ല. ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിൻ്റെ റോഡ് നിവർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗഡ്കരിയെ കണ്ടതിന് ശേഷം പലതവണ കണ്ടതിന് ശേഷം അതിന് നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്നലെ മറ്റൊരു ചാനലിൽ ബഹുമാനപ്പെട്ട പാലക്കാടിൻ്റെ MP ഞാനിരിക്കുന്ന ചർച്ചയിൽ തന്നെ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട മന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റോഡിൻ്റെ അപാകതയെ സംബന്ധിച്ച് ഞാൻ ആ കാര്യം സൂചിപ്പിക്കാൻ കാരണം അദ്ദേഹം തന്നെ പറഞ്ഞതുകൊണ്ടാണ്. അത് സൂചിപ്പിച്ച സമയത്ത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥന്മാരോട് അതിൻ്റെ നടപടികൾ എടുക്കാൻ വേണ്ടി 2021-ലും 2022-ലുമെല്ലാം ദേശീയപാത അതോറിറ്റി തയ്യാറായിരുന്നു. അതിൻ്റെ നടപടികൾ ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്.
ഒന്നും ഉണ്ടായില്ല. എനിക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ല കൃഷ്ണദാസ്, ഒന്നും ഉണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട് 50-ലേറെ മരണങ്ങൾ പാലക്കാട് മുതൽ മണ്ണാർക്കാട് ഒരു ദേശീയപാതയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും അവിടെ ജീവനുകൾ പൊലിയുകയാണ്. കാരണം എന്താണ്? ഈ മുടിഞ്ഞ വളവാണ് സാറേ. ആ വളവ് നിവർത്താതെ എന്ത് ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് പറയുന്ന നാട്ടുകാർ. ആ വളവ് നിവർത്തുന്നതിന് കുറച്ച് പണിയുണ്ട്. കാര്യം ശരിയാണ്, പഠനങ്ങൾ ഉണ്ടാവണം, ഈ പറയുന്ന ആ താഴ്ച മണ്ണിട്ട് നികത്തുമൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. അത് ചെയ്യണ്ടേ? ഇത്രത്തോളം പൗരന്മാരുടെ ജീവനോടെ പൊലിയുമ്പോൾ അത് അടിയന്തരമായി ചെയ്യണ്ടേ? അല്ലെന്നേ, നമ്മൾ ഈ ഫ്ലോറിൽ ഇപ്പോൾ അരമണിക്കൂർ ചർച്ച ചെയ്തുകൊണ്ട് വളവ് നിവരില്ലല്ലോ. അതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഇനി സംസ്ഥാന ഹൈവേകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ആ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ അലൈൻമെൻറ്റ് ഉണ്ടാക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ലല്ലോ. അലൈൻമെൻറ്റിൻ്റെ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് കളക്ടറേറ്റിലാണെങ്കിലും നാഷണൽ ഹൈവേ ആണെങ്കിലും അത് പബ്ലിഷ് ചെയ്ത് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ മുതൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാകും, അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പീനിയൻ ഉണ്ടാകും, അതിൻ്റെ അലൈൻമെൻറ്റ് പ്രോസസ്സ് ഉണ്ടാകും, അലൈൻമെൻറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളുണ്ടാകും. സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ അതിന് എതിർപ്പുകളുണ്ടെങ്കിൽ അതിനനുസരിച്ച് അലൈൻമെൻറ്റ് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും, അതിന് ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകും, അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ടാകും. ഈ തരത്തിൽ ഈ ഒരു വളവിനെ കുറിച്ച് മാത്രമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, പൊതുവായി നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും രാജ്യത്താണെങ്കിലും ഒക്കെ നടക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഇതൊരു വളവാണ് എന്ന് തിരിച്ചറിയാത്തതല്ലോ ഇതിന്റെ പണി തുടങ്ങുന്ന സമയത്ത്. ഇന്നിപ്പോൾ നിവർത്തുക എന്നുള്ളതല്ലല്ലോ. ഞാൻ പറയുന്നത് ശരിയാണ് കൃഷ്ണദാസ്. നമ്മുടെ ഈ ചർച്ചയിൽ നിന്നാൽ വളവ് നിവരില്ല. വളവ് നിവർക്കേണ്ടത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി തന്നെയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നിതിൻ ഗഡ്കരി തന്നെയാണ്. അങ്ങ് ഈ പറയുന്ന പ്രോസസ്സൊക്കെ അവിടെ ഉണ്ട്. ഇനിയും 100 പ്രോസസ് ബാക്കി ഉണ്ടാവും. ആ 100 പ്രോസസ് കഴിയുമ്പോഴേക്കും ഇനിയും ഒരു 50 പേർ കൂടി ചോര അവിടെ ഒഴുകും. ആർക്ക് നഷ്ടമല്ലേ? ഞാനതാ സൂചിപ്പിച്ചതെന്ന്. നമ്മളുടെ ഇപ്പോൾ 4 വിദ്യാർത്ഥികൾ മരിച്ചു, ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിരവധി റോഡുകളിൽ ഇതേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ശാശ്വതമായ പരിഹാരവും താൽക്കാലികമായ പരിഹാരവും കണ്ടെത്തുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്നൊരു പ്രോസസ്സിൻ്റെ ഭാഗമായി നടക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. ഈ റോഡ് മാത്രമല്ല, മറ്റേത് റോഡിനെ സംബന്ധിച്ചാണെങ്കിലും അതിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അലൈൻമെൻറ്റ് പ്രഖ്യാപിക്കുന്ന സമയം മുതൽ നടക്കുന്ന ചർച്ചകളുണ്ട്. അത് മാറ്റുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് നിർമ്മിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഘട്ടങ്ങളിൽ ഒന്നുമില്ലാത്ത പരാതിയെ സംബന്ധിച്ച്, ആ ഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത മാറ്റങ്ങളെ സംബന്ധിച്ച്, ആ ഘട്ടങ്ങളിലൊന്നും നിർദ്ദേശിക്കപ്പെട്ട് മാറ്റാൻ ആ സമയത്ത് ആളുകളില്ലേ അവിടെ? ആ സമയത്ത് MLA-മാരില്ലേ? ആ സമയത്ത് മന്ത്രിമാരില്ലേ? സംസ്ഥാന സർക്കാരില്ലേ? കളക്ടറില്ലേ? ഇത് ഏതെങ്കിലും നിങ്ങളുടെ കണ്ണിലെന്താണ്? അവിടെ ആളുകൾ മരിക്കുന്നത് വാർത്തയാവുന്നില്ലേ? അവിടെ ആളുകൾ മരിക്കുന്നത് വാർത്തയാവുന്നില്ലേ? ഇന്നും വാർത്തയാവുന്നില്ല. അപ്പൊ ഇന്നുണ്ട് 4 പേരും നിങ്ങൾ ആരും കാണുന്നില്ലേ? ഇത് ഇനി പ്രത്യേക പരാതി പോണോ? ഇനി പ്രത്യേക പരാതി പോണോ? നിങ്ങളുടെ കണ്ണിൽ എന്താണ് എന്ന് അങ്ങ് എന്നോട് ചോദിച്ചാൽ അങ്ങയുടെ കണ്ണിൽ എന്താണുള്ളത്? അങ്ങ് കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. 4 കുട്ടികൾ ഇന്നലെ മരിച്ചപ്പോഴാണ് കൃഷ്ണദാസൻ ഞാൻ കാണുന്നുണ്ടെന്നേ. അതുകൊണ്ടല്ല നമ്മളിങ്ങനെ വൈകാരികമാവുന്നത്. ഈ പറയുന്ന 4 പേരുടെ അനാഥത്വം കാണുന്നു. അനാഥത്തിന് മുൻ ഇൻസെൻസിറ്റീവായി സംസാരിക്കാൻ കഴിയില്ല. വൈകാരികമായിട്ടാണെന്നേ പറയുന്നത്. അത് വേണ്ട. ഞാൻ പറഞ്ഞത് ഞാനും വൈകാരികമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അങ്ങ് ഈ 4 കുട്ടികൾ മരിച്ച ഇന്നലെ രാത്രി അല്ലല്ലോ, ഇന്നലെ വൈകുന്നേരം അല്ലല്ലോ ഈ വളവ് കാണുന്നത്. അല്ല, വളവ് കാണുന്നത് മുമ്പല്ല. അതിൽ തൊട്ട് 5 യുവാക്കൾ അവിടെ മരിച്ചു. അതിൽ തൊട്ട് നേരത്തെ നാസർ പറഞ്ഞ എന്താണ്? ഒരു ബൈക്കിൽ പോയ അച്ഛനും അമ്മയും മക്കളും മറിഞ്ഞു വീണു. അച്ഛനും അമ്മയും മരിച്ചു, മക്കൾ അനാഥരായി. അതിന് മുമ്പ് പിന്നെ ഉണ്ടായല്ലോ. നാസർ ഇപ്പോൾ മാത്രമാണ് നിങ്ങൾ കാണുന്നത്, ഞാനും നിങ്ങൾ കാണുന്നത് ഇപ്പോൾ മാത്രമാണ്. നാസർ അവരോട് പറട്ടെ. തൊട്ടടുത്തുള്ള നാസർ പറഞ്ഞു. ഒരു ദാരുണമായ മരണമുണ്ടായിട്ട് എത്ര ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ വളരെ വേദനാജനകമായ ഒരു കാര്യം. ഒന്ന്. രണ്ടാമത്, അട്ടപ്പാടി DYSP ആയിരുന്ന ഇപ്പോഴത്തെ ആലത്തൂർ DYSP മുരളി സാർ ഇന്ന് അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. അദ്ദേഹം അത്ഭുതകരമായിട്ടാണ് മരണത്തിൽ നിന്ന് ഈ പ്രദേശത്ത് ഈ സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. അദ്ദേഹം ഇന്നവിടെ മൃതശരീരത്തോടൊപ്പം ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, ഈ ഹരിദാസ് പറയുന്നത് കേട്ടാൽ ഈ മരണം ആദ്യമായി ഇന്ന് സംഭവിക്കുന്നത് പോലെയാണ്. ഞാൻ പറയട്ടെ, എത്രയോ വർഷങ്ങളായി മരണം സംഭവിക്കുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾ ഇത്രയും അതിദയനീയമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളുകൾക്കിടയിൽ നിന്ന് ഒരിക്കലും അത് എങ്ങനെ പറയാൻ പാടില്ല. വളരെ മോശമാണ്.
അല്ല അല്ല, രാഷ്ട്രീയം വരുന്നതല്ല സാർ, നമ്മള് രാഷ്ട്രീയവും കലർത്തണ്ട. നിങ്ങൾ ഇല്ല, ആരും രാഷ്ട്രീയം കലർത്തുന്നത്. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? അല്ല, നമ്മുടെ മുന്നിലുള്ള ഹാഷ്മി, യാഥാർത്ഥ്യം അല്ല, ഒരു റോഡ് അല്ല, ഒരു ഹാഷ്മി, കൊലപാതകയെ കിടക്കുക അവിടെ. ഇതൊരു നാടിന്റെ കാര്യം. ഒരു രാഷ്ട്രീയം കലർത്തണ്ട, ഒന്നും കലർത്തണ്ട. രാഷ്ട്രീയമേ- നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം എന്താണ്? രാഷ്ട്രീയം മാറ്റി യാഥാർത്ഥ്യം എന്താണ്? ഒരു റോഡ്, ഒരു കൊടുംവളവ്, ഒരു മുടിഞ്ഞ വളവ്, ഒരു മരണപ്പാതയെ കിടക്കുകയാണ്. അവിടെ നിർബാധം മനുഷ്യർ കൊന്നുകൂടപ്പെടുകയാണ്. ആ വളവ് അനാഥത്വങ്ങൾ കൊന്നുകൂടപ്പെടുകയാണ്. ചോര ഒഴുക്കുകയാണ്. നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം. രാഷ്ട്രീയം മാറ്റി വെച്ചോ, രാഷ്ട്രീയം പറയണ്ട. ആ വളവ് നിവർത്തണം എന്നല്ലേ പറയുന്നേ? അല്ല ഹാഷ്മി, അല്ല 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 അത് ചർച്ച, ഹാഷ്മി, അത് ഞാനെടുത്ത് ചർച്ച ചെയ്ത വളവ് അല്ല മാറുമോ ഹാഷ്മി, എന്ന ഞാൻ കുറ്റടി മറുപടിയാണ് പറയേണ്ടത് സാറേ. കണ്ടുകൊണ്ടല്ലോ പറഞ്ഞത്. അല്ല ഞാൻ അല്ല 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 അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് എന്നോട് രാഷ്ട്രീയപരമായ ചോദ്യം ചോദിച്ചു. അല്ല, രാഷ്ട്രീയപരമായ ഉത്തരം പറയുന്നത് അതെന്തുകൊണ്ടാണ് രാഷ്ട്രീയം തോന്നുന്നത്? എന്തുകൊണ്ടാണ് ശ്രീ കൃഷ്ണദാസ്, എന്തുകൊണ്ടാണ് രാഷ്ട്രീയം തോന്നുന്നത്? എന്തുകൊണ്ടാണ്? അതേസമയത്ത് രാഷ്ട്രീയം തോന്നാൻ പാടില്ലാത്തതല്ലേ? നമ്മുടെ മുന്നിൽ 4 കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾ കണ്ട ദിവസമാണ് ഇന്ന്. 4 കുഞ്ഞുങ്ങളെ കവറിലേക്ക് എടുത്തു വെച്ച കണ്ട ദിവസമാണ് ഇന്ന്. ആ ദിവസം രാഷ്ട്രീയം കാണല്ലേ? ഞാനൊന്ന് പറയട്ടെ. ആ കുട്ടിയുടെ അമ്മ ലൈവായിട്ട് ഒരു കുട്ടി ലോറിക്കടിയിലേക്ക് പോകുന്നത് കാണാം. രാഷ്ട്രീയപരമായ അല്ല, പറയൂ കൃഷ്ണദാസ്, പറയൂ. ഇത് പരിഹാരം വേണ്ടേ? പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ വളരെ സംയമനത്തോടു കൂടി പറഞ്ഞത്. അവിടെ അതിൻ്റെ അലൈൻമെൻറ്റ് തയ്യാറാക്കുന്ന സമയം മുതലുള്ള ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും MP-മാരും MLA-മാരും ഒക്കെ ഉണ്ട്. ആ സമയത്ത് നിർദ്ദേശിക്കപ്പെടാത്ത കാര്യം ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ടാകുന്ന കാര്യമല്ലല്ലോ. അത് നിവർത്തണമെങ്കിൽ നിവർത്തനം, അത് പൂർണ്ണമായും നിവർത്തനം. ആ വളവ് മാത്രമല്ല, കേരളത്തിലെ ഈ തരത്തിൽ അപകടമുണ്ടാകുന്ന വളവുകൾ, മലപ്പുറത്തുണ്ടല്ലോ വളവുകൾ, എറണാകുളം ജില്ലയിലെ വളവുകൾ, ഇന്നുണ്ടായിട്ടുള്ള ഇപ്പം ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം റോഡിൻ്റെ വളവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ? ഞാൻ ഒന്നിനെയും കുറച്ച് കാണിച്ചുകൊണ്ടല്ല പറഞ്ഞത്. ബഹുമാനപ്പെട്ട നാസർ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ഒന്നിനെയും ചെറുതായി കണ്ടുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എല്ലാ അപകടങ്ങളെ സംബന്ധിച്ചും അതിന്റെ കാരണം ഉണ്ടാകുമ്പോൾ അത് ശരിയാണ്. പക്ഷേ ആ സമയത്ത് അലൈൻമെന്റ് ഉണ്ടായപ്പോൾ ആരും പറഞ്ഞില്ല. അതുകൊണ്ട് ആളുകൾ മരിച്ചോട്ടെ എന്ന് നമുക്ക് വിചാരിച്ചിരിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെയൊക്കെ എത്താം. നിജേഷ് അരവിന്ദ്, ഇവിടെ BSF മേധാവി സ്ഥാനത്ത് നിന്ന് കേന്ദ്ര സർക്കാർ മടക്കി അയച്ച DGP നിതിൻ അഗർവാൾ, താങ്കൾ പറഞ്ഞു അല്ല, താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല, താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല, താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല. അലൈൻമെന്റ് ഉള്ള സമയത്ത് ആരും പരാതിപ്പെട്ടില്ല, അല്ലെങ്കിൽ അന്ന് MP-മാരൊന്നും പറഞ്ഞില്ല, MLA-മാരൊന്നും പറഞ്ഞില്ല. റോഡ് വന്നു, റോഡിൽ ആ വളവ് വല്ലാത്ത വളവായി, ആളുകൾ മരിക്കുന്നു, അതുകൊണ്ട് അന്ന് പരാതിപ്പെട്ടില്ല. അതുകൊണ്ട് ഇനി പറ്റുമോ എന്ന ചോദ്യം നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശ്രീ നിജേഷ് അരവിന്ദ് ഈ പറയുന്ന എന്താണ്, റോഡ് സുരക്ഷാ കമ്മീഷൻ ഒരു പുതിയ തസ്തിക ഉണ്ടാക്കി ഇതിനെ അവിടെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ റോഡ് സേഫ്റ്റി കമ്മീഷനോ റോഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരോ എൻഫോഴ്സ്മെന്റ് RTO-മാരോ ആരൊക്കെ എന്തൊക്കെയോ പദവികൾ എവിടെയൊക്കെ എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്താണ്, അപകടങ്ങൾ നിർബാധം തുടരുകയാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊന്നും ഏറ്റെടുക്കാൻ സമയവുമില്ല. നിജേഷ്, പ്രതിപക്ഷം എവിടെയാണ്? നമ്മുടെ കൺമുന്നിൽ പൊലിഞ്ഞുപോയ ആ 4 കൊച്ചു കുട്ടികളുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ കുടുംബത്തിൻ്റെ, നാടിൻ്റെ വേദനയിൽ പങ്കുചേരുന്നു. എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തിനെ കാണുന്നത് എന്നാലോചിക്കുമ്പോൾ സത്യത്തിൽ ഒരു ഹൃദയം വിങ്ങുകയാണ്. ഒരു പൗരൻ ടാക്സ് അടയ്ക്കുമ്പോൾ സർക്കാരുമായിട്ടൊരു എഗ്രിമെൻ്റാണ്, എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാമെന്ന്. ഒരു വാഹനം പുറത്തിറങ്ങുമ്പോൾ 1000-കണക്കിന് രൂപ ടാക്സ് കൊടുക്കുന്നു. ആ ടാക്സ് കൊടുത്താൽ ഒരു സുരക്ഷിതമായ പാത ഒരുക്കേണ്ട ഉത്തരവാദിത്തം അത് സർക്കാരിൻ്റെതാണ്. ആ പെട്രോൾ, അതിനകത്തേക്ക് 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന സമയത്ത് 30 രൂപ വെച്ച്, ഏകദേശം 30 രൂപ വെച്ച് 2 സർക്കാരുകൾ വാങ്ങിപ്പോകുമ്പോൾ അതൊരു എഗ്രിമെൻ്റാണ്. അവർക്ക് സുരക്ഷ കൊടുക്കണം. ആ എഗ്രിമെൻറ്റിൽ നിന്നാണ് ആ റോഡ് നിർമ്മിക്കുന്ന ഉദ്യോഗസ്ഥന്, എഞ്ചിനീയർക്ക് ശമ്പളം കൊടുക്കുന്നത്. ആ റോഡ് സുരക്ഷിതമാണോ, അലൈൻമെൻറ്റ് സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. ആ ടാക്സിൽ നിന്നാണ് മന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്ന സമയത്ത് ഒരു ദേശീയപാതയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ തൻ്റെ മുന്നിലേക്ക് വരുന്ന നിവേദനങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനോട് പറയേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കുണ്ട്. അതുകൊണ്ടാണ് പാലക്കാടിൻ്റെ MP പലതവണ പറഞ്ഞു എന്ന് പറയുന്നത്. കേരളത്തിലെ കോങ്ങാട് MLA ശ്രദ്ധ ക്ഷണിക്കുന്നു. 2022 6 മാസം കൊണ്ട് 55 അപകടങ്ങൾ ഉണ്ടായ റോഡാണ്, ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്ന് ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞല്ലോ, റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പണമെടുത്ത് നമ്മൾക്കത് പരിഹരിക്കാമെന്ന് പറയുന്നു. മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നു ഇനിയൊരു ജീവൻ പൊലിയരുത് എന്ന് പറയുന്നു. ഇവരൊക്കെ ഇതിന്റെ ഉത്തരവാദിത്വം നാളേക്ക് പറയുമ്പോൾ ഇന്നലെ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാകൂ. ഇത്ര നേരം കാത്തു നിൽക്കേണ്ടിയിരുന്നോ? ആ നാട്ടിലെ ജനങ്ങളുടെ വല്ലാത്തൊരു രോഷ പ്രകടനം നമ്മൾ കണ്ടില്ലേ? നമ്മൾക്ക് പത്രം വായിക്കാൻ തോന്നിയോ? വാർത്ത കേൾക്കാൻ തോന്നിയോ?
അതോ ഇതിനെ ജനറലൈസ് ചെയ്യുക, അവിടെ വളവില്ലേ ഇവിടെ തിരിവില്ലേ എന്ന് ചോദിക്കുന്നത് ശരിയാണോ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഓരോ പൊതുപ്രവർത്തകനും ആലോചിക്കണം. അനാവശ്യമായി പരോക്ഷമായി ഒരു ന്യായീകരണത്തിന്റെ സൂചന തരുന്നുണ്ട് എങ്കിൽ ആ സൂചന പോലും അരോചകമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് നോക്കാൻ ആളുണ്ട് ഇവിടെ, ഇത് നോക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ, എത്രയേറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഇവിടെ. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു റോഡിൽ 2-4 കൊല്ലമായിട്ടും നിരന്തരം വാഹനങ്ങൾ വന്ന് ഇടിച്ച് താഴെ വീണിട്ടും സ്ലിപ്പ് ചെയ്തു പോയിട്ടും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ് കൂടിയിട്ട് നാളെ സ്പീഡ് ബ്രേക്കർ വെക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ശരിയായോ? ശരിക്കും ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? ഈ ദേശീയപാത എത്രയോ കാലമായിട്ട് വാഹനങ്ങൾ വന്നു വീഴുമ്പോൾ അന്നൊന്നും കേൾക്കാത്ത, അന്നൊന്നും തുറക്കാത്ത കണ്ണുകളും കാതുകളും ഇന്ന് പ്രഹസനത്തിന് വേണ്ടി തുറക്കുമ്പോൾ ഒരു പൗരന്റെ ഹൃദയമാണ് അവിടെ ഇടിഞ്ഞു വീഴുന്നത്, പൗരന്റെ അഭിമാനമാണ് ഇടിഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് ഇതിനോടുള്ള ഒരു വളരെ വലിയ പ്രയാസമാണ്. ഒരു ഘട്ടത്തിൽ പോലും ആരെങ്കിലും ഭരിക്കട്ടെ, അത് കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, BJP ആവട്ടെ, ഒരു പൗരന്റെ ധർമ്മം, ശ്രീ കൃഷ്ണദാസ് ആണെങ്കിലും ഞാനാണെങ്കിലും നാസർ ആണെങ്കിലും ആ കുട്ടികളുടെ രക്ഷിതാക്കളാണെങ്കിലും പൗരനല്ലേ? ഒരു പൗരന് അവകാശങ്ങൾ തരണ്ടേ? പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ഉത്തരവാദിത്തമുണ്ടല്ലോ. അവിടെ നാട്ടികയിൽ വഴിയിൽ കിടന്ന് ഉറങ്ങിക്കിടന്ന നാടോടി ബാലന്മാർക്ക് നേരെ വണ്ടി ഇടിച്ച് കയറി ആൾ മരിക്കുന്നു. അവിടെ കളർകോട് 4 പേർ കയറാവുന്ന വണ്ടിയിൽ 13-14 പേരുമായി പോകുന്നു. അതുവരെ പോലീസ് ആരും കാണുന്നില്ല. നാട്ടികയിലെ ആ വണ്ടി ആ പരുവത്തിൽ വന്നിട്ട് ഒരു പോലീസുകാരും എവിടെയും കണ്ടില്ല. ഇവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലീസ് ആക്ട് ചെയ്തിട്ടുണ്ടോ? എൻഫോഴ്സ്മെന്റ് RTO ആക്ട് ചെയ്തിട്ടുണ്ടോ? എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദ്യം അവിടെ നിൽക്കുന്നില്ലേ? പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമില്ലേ? സമരമായി ഇറങ്ങണ്ടേ? സർക്കാരിനെ ചൂണ്ടിക്കാണിക്കണ്ടേ? സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണ്ടേ? അത് പ്രതിപക്ഷം ചെയ്യുന്നുണ്ടോ നിജേഷ്? തീർച്ചയായിട്ടും ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എടുത്തു ചാടുന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല. ആദ്യം നയപരമായിക്കൊണ്ട് MP ആണെങ്കിലും MLA ആണെങ്കിലും നയപരമായിട്ട് ഇടപെടാനുള്ള ശ്രമം നടത്തുന്നു. ഇനി അങ്ങോട്ട് പറഞ്ഞിട്ട് കേൾക്കാതെ, നിവേദനം കൊടുത്തിട്ട് കേൾക്കാതെ, ശ്രദ്ധ ക്ഷണിച്ചിട്ട് കേൾക്കാത്ത ഇടത്താണ് എങ്കിൽ പ്രത്യക്ഷ സമര പരിപാടിയാണ് ആവശ്യമെങ്കിൽ ആ ഘട്ടത്തിലേക്ക് പോവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷം ആരെങ്കിലും വിളിക്കുന്നല്ല, യഥാർത്ഥ പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം. ശരി ശുഭേന്ദ്രനാഥൻ, ഇന്നിപ്പോ എന്താണ് അനിയമ്പാടത്ത് വലിയ പോലീസ് പരിശോധനയുണ്ട്. ഇന്നിപ്പോ അതുവഴി വാഹനങ്ങൾക്ക് വേഗതയുണ്ടോ, വാഹനങ്ങൾക്ക് കയറ്റുന്ന ലോഡിന്റെ എണ്ണം എത്ര, തൂക്കം എത്ര എന്നൊക്കെ ഇന്ന് വലിയ പരിശോധന ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളെ സുരക്ഷാ ഓഡിറ്റിംഗ് ആണ്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, PWD ഉദ്യോഗസ്ഥർ ടീം ഉണ്ടാകും. അതിനുശേഷം അവർ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം അടിയന്തരമായ നടപടി. ആ നടപടി തുടക്കം വരെ പോലീസ് പരിശോധന അവിടെ തുടങ്ങും എന്നൊക്കെ പറയുകയാണ്. ഇന്നിപ്പോൾ ആ യോഗത്തിൽ കുറേ നല്ല നിർദ്ദേശങ്ങൾ നാട്ടുകാർ മുന്നോട്ട് വെച്ചെന്നൊക്കെ മന്ത്രി K. കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെക്കുന്നതാണ് കേട്ടോ ശ്രീ ഉപേന്ദ്രനാരായണൻ. നന്നായി പോയി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ വാർത്ത ഇന്നിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതിലും വലിയ വാർത്ത വരുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. നമ്മുടെയൊക്കെ ശ്രദ്ധ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകും. ഈ പറയുന്ന പനയമ്പാടത്തുകാരും ആ അപകടവളവിലെ മരണങ്ങളും അതിൻ്റെ അനാഥത്വങ്ങളും അവർ മാത്രമാകും. പിന്നെ നമ്മൾ വീണ്ടും അടുത്ത അപകടം വരുമ്പോഴേക്കും വീണ്ടും ആവർത്തിക്കും ഈ ചാക്രിക പ്രതിഭാസം. ഉപേന്ദ്രനാരായണൻ, അതെ, ഇത് നമ്മുടെ നാട്ടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തേക്ക് ഒരു ആൾ മരിക്കുമ്പോൾ ഒരു വാർത്തയായിരുന്നു. ഇന്നിപ്പോൾ കൂട്ടമരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടി വാർത്തയാകുന്നത്. ഈ വാർത്തയുടെ പ്രാധാന്യം മിക്കവാറും 3 ദിവസം കൊണ്ട് തീരും. നിങ്ങൾ മാധ്യമങ്ങളാണ് ഇപ്പോൾ സത്യത്തിൽ ഒരു പ്രതിപക്ഷ ശൈലിയിൽ ഇത് അവതരിപ്പിച്ച് ജനങ്ങളെ, പ്രതിപക്ഷങ്ങളെ, ഭരണകക്ഷിയൊക്കെ ഉണർത്തുന്നത്. എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. അതായത് നമ്മുടെ സ്റ്റേറ്റിലെ ദേശീയപാതകൾ 99-ലാണ് 99-2000 കാലഘട്ടത്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൈമാറുന്നത്. അതുവരെ PWDക്ക് ഒരു ചീഫ് എഞ്ചിനീയറും ഒരു ഡിവിഷനും ഉണ്ടായിരുന്നു, PWD റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡിവിഷൻ, അതിനൊരു ചീഫ് എഞ്ചിനീയർ. അപ്പുറത്ത് NH ഡിവിഷൻ, നാഷണൽ ഹൈവേ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് അതിനൊരു ചീഫ് എഞ്ചിനീയർ. അവസാനമായിട്ട് ജോസഫ് K. മാത്യു ആയിരുന്നു അതിൻ്റെ ചീഫ് എഞ്ചിനീയർ. ആ സമയത്തൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനടി പരിഹരിക്കും. കാര്യം അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാനും അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ എടുക്കാനും തിരുവനന്തപുരം വരെ പോയാൽ മതി. ഇപ്പോൾ അത് ദേശീയപാത നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൈമാറിയതിന് ശേഷം എന്ത് കാര്യത്തിനും ഡിലേ ആണ്, താല്പര്യമില്ലായ്മയാണ്. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയാം. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി കൊച്ചി എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ BJPക്കാരെ പരിചയപ്പെട്ടിട്ട് അവരെ കൊണ്ട് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ പോയി. ആ സമയത്ത് V. മുരളീധരൻ എന്ന് പറയുന്ന BJP നേതാവും ഉണ്ടായിരുന്നു. അപ്പോൾ മന്ത്രി അത് വായിച്ചിട്ട് പറഞ്ഞു, നോക്ക്, റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിൻ്റെയും സബ്ജക്റ്റാണ്, എൻ്റെ സബ്ജക്റ്റ് അല്ല എന്നാണ് ആ മന്ത്രി പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതീവ ദുഃഖമുണ്ടായി. കാര്യം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് അപകടങ്ങളുടെ നാടായി
1,78,000 പേരെ കൊന്നുകൊണ്ടിരിക്കുക എല്ലാ വർഷവും. 10% കണ്ട് വർധനവും ഉണ്ട്. നമ്മുടെ GDP-യുടെ 7% റോഡ് അപകട കേസുകൾക്കായിട്ട് നഷ്ടപരിഹാരമായി കൊടുക്കുന്നത്. ജനങ്ങൾ ഇളകിയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ചർച്ചയും കളക്ടറും മറ്റേ SP-യും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇങ്ങനല്ല, നമുക്ക് ശാശ്വതമായ പരിഹാരം വേണം. റോഡ് അപകടങ്ങൾക്ക് 5 കാരണങ്ങളിൽ ഏറ്റവും ആദ്യത്തെ 3 റോഡ് റിലേറ്റഡ് ഇഷ്യൂ ആണ് 1. 2 വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് 2. 3 ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അവിടെ നടന്നത്. അപ്പോൾ അതിന് 3നും അഡ്രസ്സ് ചെയ്യുകയും പെർമനൻറ്റ് സൊല്യൂഷൻസ് വേണം. ഇപ്പോൾ ബാരിക്കേഡ് വെക്കുന്നതിനൊക്കെ നിയമവശങ്ങളുണ്ട്. ദേശീയപാതയിൽ ബാരിക്കേഡ് വെക്കാൻ പറ്റില്ല. അത് IRC കോഡ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്. നാഷണൽ ഹൈവേയുടെ ചില കോഡ് ഓഫ് പ്രാക്ടീസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിയമപരമായ അവകാശം ഇല്ല. അല്ല, അവിടെ നേരത്തെ എന്തോ ഹമ്പ് വെച്ചെന്നാ പറയുന്നത്. ഹമ്പ് വെച്ചപ്പോഴേക്കും വണ്ടി ചവിട്ടും ബാക്കിലിടി കൂട്ടേടിയാ പറയുന്നത്. അവിടെ ഒന്നും നടക്കില്ല. അവിടെ സാറേ ഈ വളവ് നിവർത്തലല്ലാതെ ഒരു കാര്യവും പ്രാക്ടിക്കൽ അല്ല. അതാണ് താങ്കൾ പറഞ്ഞതാണ് 100% ശരി. ഈ സ്ട്രെയിറ്റ് റോഡ് വേണം. ദേശീയപാത സ്റ്റാൻഡേർഡിലല്ല ഈ പറഞ്ഞ റോഡ്. അതായത് പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഈ റോഡ് നേരത്തെ എനിക്ക് തോന്നുന്നു 2001 മറ്റോ ആണ് പെട്ടെന്ന് ഇത് PWDയുടെ സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു. അപ്പോൾ തന്നെ NH എഞ്ചിനീയേഴ്സ് വന്നിട്ട് ഒരു ബോർഡ് തൂക്കി അവിടെ ഇവിടെയൊക്കെ. ഇത് NH 966 മറ്റോ ആണെന്ന് പറഞ്ഞ് ബോർഡ് തൂക്കിയെന്നല്ലാണ്ട് അതിൻ്റെ ഒരു കർവും നിവർത്തിയിട്ടില്ല. റോഡ് വശത്തെ പുല്ല് പോലും വെട്ടി ഡ്രൈവറുടെ വിഷൻ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ കുറച്ച് മിക്കാഡം ടാറ് BM&AC ചെയ്ത് റോഡ് കണ്ണാടി മാതിരിയായി, അപകടങ്ങളുടെ പരമ്പരയായി. ഇങ്ങനൊന്നും അല്ല വേണ്ടത്. ദേശീയപാതയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിന് കോഡ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്. കൂടാതെ കേരളത്തെ ഹൈവേകളെല്ലാം വെറ്റ് ഹൈവേസ് ആണ്. കാര്യം നമുക്ക് 6-7 മാസം മഴയുണ്ട്. അപ്പോൾ അതിനൊരു സ്പെസിഫിക്കേഷൻ ദേശീയപാത അതോറിറ്റിയുടെ കയ്യിൽ ഇല്ല. കാര്യം ഞാൻ IRC ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടതാണ്. കാര്യം മറ്റ് സ്റ്റേറ്റിലൊക്കെ എന്ന് വെച്ചാൽ ഡ്രൈ ക്ലൈമറ്റാണ്. ഇത്രയും അപകടങ്ങളും കുത്തനെയുള്ള വളവും തിരിവുമൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ രാജസ്ഥാനിൽ പോയാലും മധ്യപ്രദേശായാലും എല്ലാം സ്ട്രെയിറ്റ് റോഡാണ്. ഇപ്പോൾ നമ്മൾ പണിയുന്ന തലപ്പാടി ടു തിരുവനന്തപുരം റോഡ് സ്ട്രെയിറ്റ് റോഡാണ്. അതവിടെ ലിമിറ്റഡ് എൻക്രോച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്രോസിങ്സേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ കേരളത്തിനോട് എന്തിനാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു രണ്ടാം ചിറ്റമ്മ നയം എനിക്കറിയണം. കാര്യം ഞാനത് പറഞ്ഞപ്പോഴേ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തെ കാണാൻ പോയത്. അദ്ദേഹം പറഞ്ഞ് പരിഗണിക്കാവുന്നൊരു വാക്കാണ് ഞാൻ കേൾക്കേണ്ടിയിരുന്നത്. പക്ഷേ ഒരു വ്യക്തി, ഇപ്പം ഞാൻ 28 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ നിരന്തരം വർക്ക് ചെയ്യുകയാണ്. റോഡ് സേഫ്റ്റിയെ പറ്റിയും റോഡിൻ്റെ എഞ്ചിനീയറിങ്ങിനെ പറ്റിയൊക്കെ വൈദഗ്ധ്യം നേടിയിട്ടാണ് ഞാൻ വിദേശത്തു നിന്ന് മടങ്ങി വന്നത്. അപ്പം ഞങ്ങളെ മാതിരി ആൾക്കാരുടെ കയ്യിലാണ് റോഡ് സേഫ്റ്റി വരേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് റോഡ് സേഫ്റ്റി കമ്മീഷണർ. IG ട്രാഫിക് എന്നുള്ള പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ബഹുമാനപ്പെട്ട VS-ൻ്റെ സമയത്ത്. പിന്നത് ആരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു സബ്ജക്റ്റാണ് ഇന്ന് റോഡ് സേഫ്റ്റി. ഒരു പ്രിയോറിറ്റിയുമില്ല. ഈ പാവപ്പെട്ടവൻ്റെ മക്കൾ മരിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ കൂടി ഒരു ചർച്ച ചെയ്യും. പാവങ്ങൾ ജനങ്ങൾ ശക്തമായിട്ട് എതിർപ്പ് വന്നപ്പോഴേക്കും കളക്ടറുടെ മീറ്റിംഗ് വന്നു. അങ്ങനെയൊന്നും അല്ല. ഇതിന് സ്ഥിരം സംവിധാനം വേണം. നിതിൻ ഗഡ്കരി പറഞ്ഞു 50% അപകടങ്ങൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് 2025 പുള്ളി 50% അപകടം കുറയുമെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. അപ്പം ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നാഷണൽ ലെവലിൽ ഒരു റോഡ് സേഫ്റ്റി ബോർഡ് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു 2022. താങ്കൾ ഗൂഗിൾ സെർച്ച് ചെയ്തറിയാം. ആ നാഷണൽ റോഡ് സേഫ്റ്റി ബോർഡ് ഇന്ന് വരെ എഫക്റ്റീവ് ആയിട്ടില്ല. കാര്യം അതിൻ്റെ ചെയർമാനായിട്ടുള്ള UP സിംഗ് ചാർജ് എടുത്തിട്ടില്ല. ശരി, അല്ല ഞാൻ ഇടപെടുകയാണ്. ഇന്നലെ നിതിൻ ഗഡ്കരി സഭയിൽ പറയുകയാണ്, മറ്റ് രാജ്യാന്തര സമ്മേളനങ്ങൾ പോകുമ്പോൾ തലകുനിക്കേണ്ട അവസ്ഥയാണ്, അത്രത്തോളം അപകടങ്ങൾ പെരുകുന്നു എന്ന് നിതിൻ ഗഡ്കരി സഭയിലാണ് പറയുന്നത് കേട്ടോ. അതിന് തുടർച്ചയിലാണ് നമ്മൾ ഈ അപകടങ്ങൾ. ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. ശ്രീ ഹരിദാസ് ഇവിടെ ഇപ്പോൾ കളർകോട് അപകടം ഉണ്ടായത് റോഡിൻ്റെ വളവ് കൊണ്ടാണോ എന്നൊരു ചർച്ചയിൽ നമുക്ക് ഇപ്പം എൻ്റെ ഒരു വാദത്തെ തോൽപ്പിക്കാൻ നമുക്ക് ചോദിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. യാഥാർത്ഥ്യം എന്താണ്? ഈ വളവിൽ മാത്രം അപകടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. മഴയൊന്ന് ചാറിയാൽ അവിടെ എന്താണ് ഈ കണ്ണാടി മിററിൻ്റെ പുറത്ത് പോലെ അല്ലെങ്കിൽ പാമ്പിൻ്റെ പുറം പോലെ വഴുവഴാന്നാവുന്ന റോഡാണ്. അവിടെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല, ഇടിക്കുമെന്നുള്ള കാര്യം നാട്ടുകാർക്ക് ഉറപ്പാണ്. അങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ പണ്ട് അലൈൻമെൻറ്റ് സമയത്ത് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോഴാണ് ഇത് കാണുന്നത് എന്ന ചോദ്യം തിരുത്താനുള്ള ദിശയിലുള്ള ചോദ്യമാണോ അതോ നിഷേധാത്മക ചോദ്യമാണോ CM കെ ഹരിദാസ്? അത് അങ്ങേയറ്റം നിഷേധാത്മകമായിട്ടുള്ളൊരു ചോദ്യമാണ്. മാത്രവുമല്ല ഇത്തരത്തിലൊരു അപകടം നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധി നിങ്ങൾ ഈ അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ ആ വളവ് നികരുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീ കൃഷ്ണദാസ്
അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കാണേണ്ടത് കാണുകയും കേൾക്കേണ്ടത് കേൾക്കുകയും ചെയ്യാത്ത രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഉണർത്താൻ വേണ്ടിയിട്ട് ഹാഷ്മിയെ പോലുള്ള പത്രപ്രവർത്തകരും ഇത്തരത്തിലുള്ള ചാനൽ മേധാവികളും കൂടിയിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകളും കൂടി സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്താവും ശ്രീ കൃഷ്ണദാസ്? അപ്പോൾ അതൊക്കെ ഇത്തരത്തിൽ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ ഇവരൊന്നും അറിയെങ്കിലും ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ. വളവ് എവിടെയാണ്, തിരിവ് എവിടെയാണ്? ഞാനിപ്പോൾ ഈ 24-ൻ്റെ സ്റ്റുഡിയോയിൽ നിന്നിട്ട് സംസാരിക്കുന്നത് ഒരു പൂജാരി വളവ് പറഞ്ഞിട്ട് ഇവിടുന്ന് ഏകദേശം വെളിപ്പാടാകാൻ ഒരു പൂജാരി വളവുണ്ട്. എക്കാലത്തും ബ്ലാക്ക് സ്പോട്ടാണ് ആ സ്ഥലം. അവിടെ ഉണ്ടാവാത്ത അപകടങ്ങളില്ല. ഏകദേശം ഒരു മാസം മുമ്പാണ് ഒരു പ്രൈവറ്റ് ബസ് ഇടിച്ചു കയറിയിട്ട് ഒരാൾ മരിച്ചിരിക്കുന്നത്. അവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള റോഡാണത്. എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ വിളിച്ചു പറയാൻ മാധ്യമപ്രവർത്തകർ കൂടി തയ്യാറാവാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുക? MK ഹരിദാസ് നടുറോട്ടിൽ ഇറങ്ങി നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഈ റോഡിൻ്റെ ഈ വളവ് നികർത്തണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുക? ഈ വളവിൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കുക? പുറത്തിറങ്ങുന്ന സ്കൂൾ കുട്ടികൾ പോലും, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ശ്രീ കൃഷ്ണദാസ്, ഇവിടുത്തെ ഈ മരണം സംഭവിക്കുന്നത് ഇപ്പോൾ 5 പേര് കളർ കോഡ് മരിച്ചതായാലും ഇവിടെ 4 കുട്ടികൾ മരിച്ചതായാലും പാവങ്ങളായിട്ടുള്ള നാടോടികൾ നാട്ടികയിൽ മരിച്ചതായാലും അവിടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മരണം പോലും നമ്മുടെ റോഡുകളിലെ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ, റോഡ് കിടന്നുറങ്ങാനുള്ളതല്ല, അവിടേക്ക് ഒരു വിധത്തിലും ഒരു വാഹനം വരില്ലെന്നുള്ള ഉറപ്പിലാണ് ആ പാവങ്ങൾ നാട്ടികയിൽ കിടന്നുറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ കളർ കോഡുണ്ടായ സംഭവങ്ങളായാലും റോഡിനെ കുറിച്ചിട്ടും റോഡ് സുരക്ഷയെക്കുറിച്ചും റോഡിൻ്റെ അലൈൻമെൻറ്റിനെ കുറിച്ചിട്ടും പഠിച്ചിട്ട് നാളെ ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള നമ്മളുടെ ചിന്താഗതി ഉണ്ടല്ലോ, അത് ശരിയാവില്ല. അതിനല്ല നമ്മൾ നികുതി പണം തരുന്നത്. കാരണം ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ചുമതല കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ആണെങ്കിൽ അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉണർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഉണർത്തുപാട്ട് പാടുന്ന മാധ്യമങ്ങളെ കൊച്ചാക്കിക്കൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് താങ്കൾ സംസാരിച്ച രീതി ഇന്ന് ഈ അപകടം നടന്ന ദിവസം ശരിയായിട്ടില്ല. ശ്രീ ഹാഷ്മി, ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാതൊരു കേന്ദ്രമന്ത്രി ഇന്നലെ പാർലമെൻറ്റിൽ എല്ലാവരെയും നോക്കി പറയുകയാണ്, അന്തർദേശീയ സമ്മേളനങ്ങളിൽ പോയിട്ട് ചൂളിക്കൊണ്ട് മറഞ്ഞു നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ഥിതിഗതി എന്താണ് എന്നുള്ളത്, അദ്ദേഹം സത്യസന്ധനായ ഒരു മന്ത്രിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേന്ദ്രം ഭരിച്ചിട്ടുള്ള എല്ലാ മന്ത്രിമാരിലും അദ്ദേഹം വളരെയധികം നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അത്തരത്തിൽ പറയുമാറുള്ള റോഡുകളാണ് ഇന്ത്യയിലെ എന്നുള്ളതും അവിടെ അപകടങ്ങൾ നടക്കുന്നത് റോഡിൻ്റെ പരിതസ്ഥിതി മൂലമാണ് എന്നും ഒരു കേന്ദ്രമന്ത്രി വിളിച്ചു പറയുന്ന നമ്മുടെ രാജ്യത്ത് നമ്മൾ റോട്ടിൽ വാഹനങ്ങൾ എങ്ങനെ ഓടിക്കും, നമ്മൾ സൈക്കിൾ എങ്ങനെ ഓടിക്കും, നമ്മൾ മോട്ടോർ സൈക്കിൾ എങ്ങനെ ഓടിക്കും? ഒന്നും വേണ്ട, കാൽനടയായിട്ട് നമ്മൾ എങ്ങനെ പോകുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ നാഷണൽ ഹൈവേ പണി തീർക്കുന്ന റോഡുകളുടെ മേൽനോട്ടം വഹിക്കുകയും അതിൻ്റെ അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ അതിൻ്റെ പോരായ്മകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനോ നാഷണൽ ഹൈവേക്കോ അയച്ച ഒരു 5 ലെറ്ററിൻ്റെ കോപ്പി ചോദിച്ചിട്ട് ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ PWD ഓഫീസിലേക്ക് അയച്ച കത്തിന് മറുപടി വന്നത് എന്താണെന്ന് ഹാഷ്മിക്ക് അറിയുമോ? ഒരു കത്തും ഇതുവരെ. നാഷണൽ ഹൈവേ ഇവിടെ പണിതു പോകുന്നു, റോഡ് പണിയണു, വളവുണ്ടോ തിരിവുണ്ടോ, അവിടെ ടാർ ഉപയോഗിക്കുന്നുണ്ടോ, മെറ്റൽ ഉപയോഗിക്കുന്നുണ്ടോ, ബിറ്റുമിൻ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അതൊന്നും നോക്കാൻ സംസ്ഥാന സർക്കാരിന് നേരമില്ല. അതിനാരെയും ഉത്തരവാദപ്പെടുത്തിയിട്ടില്ലെന്ന് രേഖാമൂലം എഴുതി തരാൻ ഒരു ഉളുപ്പുമില്ലാത്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ശ്രീ നിജേഷ്, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഉത്തരവാദിത്വവും നിങ്ങളുടെ പ്രതിപക്ഷം കേരളത്തിൽ ചെയ്യുന്നില്ല. ഞാൻ വിഷയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് വ്യതിചലിക്കുകയാണ് ശ്രീ ഹാഷ്മി. നിങ്ങൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ ചുമതല ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്തിരുന്നുവെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ധാർഷ്ട്യം കൊണ്ട് നടുറോട്ടിലൊരു സ്റ്റേജ് കെട്ടിയിട്ട് പരിപാടി തിരുവനന്തപുരത്ത് നടത്തില്ല, അവരുടെ സമ്മേളനം നടത്തില്ല. കാരണം പ്രതിപക്ഷത്തിലുള്ള ഒരു MLA എങ്കിലും DGP ഓഫീസിന് മുന്നിൽ പോയിരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു കോടതിയലക്ഷ്യം അവിടെ നടക്കുന്നു എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ അപകടം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഭരണപക്ഷത്തിനാണെന്ന് പറയരുത്. കാരണം അങ്ങയോട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 2013 ഒരു ചർച്ച കഴിഞ്ഞിട്ട് റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ ഞാനും കാറിൽ ഒരുമിച്ച് മടങ്ങാനിടയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, 2013-14 ഭരിക്കുന്നത് UDF ആണ്. ഒരു തെറ്റ് ചെയ്ത ഒരു സൂപ്പർവൈസറെ സ്ഥലം മാറ്റാൻ പോലും ചീഫ് എഞ്ചിനീയർക്കാവില്ല എന്നുള്ളൊരു ഇൻഡാസ് ഇറക്കിയവരാണ് അന്നത്തെ UDF ഭരണം. അതും രാഷ്ട്രീയ പാർട്ടിയും മന്ത്രിയുമായി ചർച്ച ചെയ്തതിന് ശേഷമേ ചെയ്യാവൂ. അദ്ദേഹം ഒരു 6 പേർക്ക് ഷോക്കസ് നോട്ടീസ് കൊടുത്തു, റോഡ് പണിയുടെ അപാകത കണ്ടെത്തിയിട്ട് ആ ചീഫ് എഞ്ചിനീയർ.
അപ്പോൾ അത് റദ്ദാക്കുക മാത്രമല്ല, മേലിൽ ഇത്തരത്തിൽ നടപടികൾ എടുക്കണമെങ്കിൽ മന്ത്രിയുമായി ഡിസ്കസ് ചെയ്തിട്ട് മതി എന്നുള്ള ഇൻഡാസ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട് നന്നാവുക? അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കൈകളൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സംശുദ്ധമാണ്, ഇത് മുഴുവൻ ഇവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ പരാജയമാണ് എന്ന് പറഞ്ഞിട്ട് കൈ കഴുകുകയല്ല പ്രതിപക്ഷം വേണ്ടത്. നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇവിടെ ഒരു കുഞ്ഞ് മരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊരു നേരം വെളുപ്പിക്കാൻ പറ്റാത്ത വിധത്തിലാണ് നമ്മുടെ ഇവിടുത്തെ അപകടങ്ങൾ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ട് പോലീസും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും PWDയും കൈകോർത്തുകൊണ്ട് ഇവിടെ ഒരു ഓർഗനൈസേഷൻ, ഒരു സെറ്റപ്പ് ഉണ്ടാക്കാത്ത പക്ഷം ഹാഷ്മി ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മളെ രാവിലെ വിളിച്ചുണർത്തുമെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ സങ്കടകരമായ യാഥാർത്ഥ്യം അങ്ങ് പറഞ്ഞത് തന്നെയാണ് 100% ശരിയാണ് സാർ. ശ്രീനാഥ്, ഇപ്പോൾ നടക്കുന്ന ചർച്ച കണ്ടും ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ അങ്ങ് പരിഹരിച്ചു കളയും എന്നുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലെ കൂടിയാലോചനകൾ, പരിഹാര നിർദ്ദേശങ്ങൾ കണ്ടും നിങ്ങൾ കൊതിക്കരുത്. ശ്രീനാഥർ, നിങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങിയേ മതിയാവുകയുള്ളൂ. രാഷ്ട്രീയ ഭേദമന്യേ ആ നാടൊന്നടങ്കം ഇനി അവിടെ ചോര വീഴാതിരിക്കണമെങ്കിൽ നിങ്ങൾ തെരുവിൽ സമരമായി നിറഞ്ഞാൽ മാത്രമേ ഇതിന് പരിഹാരമാവുകയുള്ളൂ. അത് തർക്കമില്ല കേട്ടോ ശ്രീനാഥർ. ഹാഷ്മി, അതിൽ യാതൊരു സംശയവുമില്ല. ആ സമരത്തിൻ്റെ അതിൻ്റെ ഒരു ഭീകരമായ ദൃശ്യങ്ങളാണ് ഇന്നലെ അവിടെ കണ്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ വളരെ അത്ഭുതകരമായിട്ടാണ് ഒരു ഭീകരമായ സമരത്തിൽ നിന്നും പ്രക്ഷോഭത്തിൽ നിന്നും ഇന്നലെ നാട് വിട്ടുനിന്നിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ നടന്ന ചർച്ചകളിൽ പറഞ്ഞല്ലോ, ഒരുപക്ഷെ അദ്ദേഹത്തിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഈ നിത എന്ന് പറയുന്ന കുട്ടി എൻ്റെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വാടക വീട്ടിൽ താമസിക്കുന്ന റഫീഖിൻ്റെ ഓട്ടോ തൊഴിലാളിയുടെ മോളാണ്. അവരുടെ വീട്ടിൽ കിടത്താൻ പോലും ആ വാടകപ്പുര ഒറ്റമുറി വീടാണ്. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് ആ കുട്ടിയുടെ മൃതശരീരം വെച്ചിട്ടുള്ളത്. ആ മാനസികാവസ്ഥയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വിഷമം നേരത്തെ സംസാരിച്ച ഉത്തരവാദപ്പെട്ട വ്യക്തിയൊക്കെ മനസ്സിലാക്കണം. കാരണം അദ്ദേഹം പിന്നെയും എന്നെ ഇടയിൽ തടസ്സപ്പെടുത്തുക ചെയ്തത്, മനസ്സിലായോ? കാരണം അത് നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വേദന അറിയുള്ളൂ. മാത്രമല്ല, ഇന്ന് കലക്ടറുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. പങ്കെടുത്തപ്പോൾ അവിടെ SP ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹം വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞത് 360 ദിവസം പോലീസിനെ അവിടെ നിന്ന് കാവൽ നിർത്തിയത് കൊണ്ട് പരിഹരിക്കാൻ പറ്റാവുന്ന ഒരു വിഷയമല്ല ഇത്. കാരണം വണ്ടികൾ വന്ന് തലകുത്തനെ മറിയുമ്പോൾ പാവപ്പെട്ട പോലീസുകാരൻ എന്താ ഈ വണ്ടിയെ താങ്ങി നിർത്തി കുട്ടികൾ ടയറിൻ്റെ അടിയിലേക്ക് പോകുന്നത് സംരക്ഷിക്കാൻ പോലീസിന് കഴിയോ? അതല്ലെങ്കിൽ തകരത്തിൻ്റെ 4 ബാരിക്കേഡ് വെച്ച് അവിടെ പോലീസ് കാവൽ നിന്നാൽ പറ്റുമോ? SP തന്നെ പറഞ്ഞത് 360 നാളും പോലീസിന് അവിടെ വന്ന് കാവൽ നിൽക്കാൻ കഴിയോ? അല്ല. ഞാൻ ആ പ്രദേശത്തുകാരനാണ്. ഞാൻ ഒരു ദിവസത്തിൽ 10 തവണ ഒരു കടയിലേക്ക് സാധനം വാങ്ങാൻ വേണമെങ്കിൽ ഇപ്പോൾ ഈ സ്പോട്ടിലൂടെ പോകുന്ന ആളാണ്. മിക്കവാറും അത് സ്കൂട്ടി ഓടിച്ച് പോകുന്നതാണ്. അരമണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ആക്സിഡന്റ് നടന്ന സ്പോട്ടിന്റെ ഇടതുഭാഗത്ത് കൂടെ പോകുമ്പോൾ കടലിലൂടെ പോകുന്നത് പോലെയാണ് പോകുന്നത്. ഹൈവേ ആണിത്, മനസ്സിലാക്കണം. ആ പ്രദേശത്തുകാരോട് ചോദിക്കണം. മുട്ടോളം വെള്ളത്തിലാണ് അതിലെ അരമണിക്കൂർ പിന്നെ മഴ പെയ്താൽ അതേ കടന്നു പോകേണ്ട ദുരവസ്ഥയാണുള്ളത്. അവിടെ ചാലുകളിലേക്ക് ആളുകൾ മറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. ഒരു നാഷണൽ ഹൈവേയുടെ വക്കത്ത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം കൊണ്ട് ഡ്രെയിനേജ് ഇല്ലാത്തതിൻ്റെ ഭീകരമായ പ്രശ്നങ്ങളുണ്ട്. അവിടെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഒന്നിടവിട്ട് 55ഓളം മരണങ്ങളാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഈ ആക്സിഡന്റ് നടന്ന പ്രദേശത്തിൻ്റെ വീതി എന്ന് പറയുന്നത് ഭയങ്കരമായ വീതിയാണ്. അവിടെ ശാസ്ത്രീയമായ ഒരു കോൺക്രീറ്റ് ഡിവൈഡറില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആവശ്യത്തിന് ലൈറ്റ് പോലും അവിടെ ഇല്ല. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ അപകടങ്ങൾ വരുമ്പോൾ, മരണത്തിൻ്റെ തോത് കൂടുമ്പോൾ 2-3 ദിവസത്തെ പിന്നെ സീരിയസ്നെസ് നിലനിൽക്കുന്ന ചർച്ചകൾ നടത്തി പോവുകയാണ്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ, ഇവിടെ അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇന്നലെ അപകടം നടന്നപ്പോൾ ഇവിടുത്തെ മനുഷ്യരാണ്, ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പേ മരം മില്ലുകളിലെ ഉപകരണങ്ങൾ, ഇവിടുത്തെ പിന്നെ JCB ഉള്ളവൻ, അതുപോലെ തന്നെ ടിപ്പർ ഉള്ളവൻ, എല്ലാവരും കൊണ്ടുവന്ന് അവനവൻ്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് കുട്ടികളെ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ മണിക്കൂറുകളോളം നടത്തിയിട്ടുള്ളത്. എപ്പോഴും ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഈ അപകടങ്ങളിലൊക്കെ നിന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കത് അനുഭവിച്ച് ആഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മലയോര കർഷക ഗ്രാമമാണ്. അതുകൊണ്ട് അവരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിൻ്റെ അങ്ങേയറ്റം എത്തിയിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾ ഒരുപക്ഷെ കേരളം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള അതിതീക്ഷ്ണമായ
നിരന്തരമായ ഇതിന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുന്ന അതുവരെയും സമരത്തിലേക്ക് പോകാനാണ് ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഈ ഞാൻ ചോദിക്കുന്നത് അതല്ല, മറ്റു അവിടെ സമരത്തിലേക്ക് ഇറങ്ങാതെ മറ്റു മാർഗമില്ലെങ്കിൽ സമരത്തിലേക്ക് ഇറങ്ങാതെ മറ്റെന്താണ് വഴി മനുഷ്യന് മുന്നിൽ, ജനാധിപത്യ കേരളത്തിന് മുന്നിൽ? ഞാൻ എത്താം ശ്രീ നാസർ. ശ്രീ കൃഷ്ണദാസ്, ഇന്നലെയാണ് സമരത്തിലേക്ക് ഇറങ്ങുന്ന കാര്യത്തെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. അതെ കൃഷ്ണദാസ്, ഇന്നലെയാണ് ഇന്നലെ ശ്രീ ഹരിദാസ് പറയുന്നതുപോലെ നിതിൻ ഗഡ്കരി സഭയിൽ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യാന്തര സമ്മേളനങ്ങൾ പോകുമ്പോഴേക്കും രാജ്യത്തിന് നാണക്കേടാണ്. കാരണം എന്താണ്, ഞാൻ അധികാരമേൽക്കുമ്പോഴേക്കും ഈ അപകടങ്ങൾ കുറയ്ക്കണമെന്ന് വിചാരിച്ചു. അപകടങ്ങൾ കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, അപകടങ്ങൾ കൂടുക. അപകടങ്ങൾ എന്തുകൊണ്ട് കൂടുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലയാവർത്തി പരാതിപ്പെട്ടിട്ടും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുകയും ഈ പറയുന്ന എന്താണ് ഈ പരാതിയിൽ പറയുന്നത് എന്നതിൻ്റെ പ്രാഥമികമായ പഠനമോ പ്രാഥമികമോ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നന്നായി അറിയാം, ഒരു വലിയ ദേശീയപാതയുടെ വളവ് നിവർത്തൽ പരിപാടി അത്ര എളുപ്പമുള്ള പണിയല്ല. അതിനകത്ത് വലിയ എഫർട്ടും വലിയ പഠനങ്ങളൊക്കെ ആവശ്യമുണ്ട്. എന്തെങ്കിലും തുടങ്ങി വെക്കേണ്ട ഈ വർഷങ്ങളിൽ ഒന്നും തുടങ്ങി വെച്ചിട്ടില്ല ശ്രീ കൃഷ്ണദാസ്. ഹാഷ്മി, നേരത്തെ അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യത്തിനും ഉപചോദ്യത്തിനും ഉത്തരമായിട്ടാണ് ഞാൻ എൻ്റെ ഭാഗം വിശദീകരിച്ചത്. ബഹുമാനപ്പെട്ട ശ്രീ ഹരിദാസും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയും ശ്രീ ഉപേന്ദ്രനുമൊക്കെയുള്ള അത്രയും പരിജ്ഞാനം എനിക്ക് ഈ റോഡ് മേഖലയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം അപ്പം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈനംദിനം നടക്കുന്ന അപകടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നാട്ടികയിലും അതുപോലെ തന്നെ കളർകോടും ഇപ്പോൾ ഇന്നലെ വളരെ ദാരുണമായി പിഞ്ചു കുട്ടികളടക്കം മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് ഏതൊരാൾക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഏത് സമയത്ത് റോഡിൽ ഈ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാലും. ഇന്ന് എൻ്റെ തൊട്ട് മുന്നിലാണ് എറണാകുളത്ത് ലോ കോളേജിൻ്റെ മുൻപിൽ ഞാൻ എത്തുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്താണ് 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ പല ഘട്ടങ്ങളിൽ പല തലത്തിലുള്ള റോഡുകളിലായിട്ടാണ് നടക്കുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തെ റോഡിന് വളവുണ്ടെങ്കിൽ ആ വളവുണ്ടാകുന്ന സമയത്ത് അത് പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ സമയത്ത് തന്നെ സ്ഥലമേറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ അത് പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. അതിൻ്റെ പാകപ്പിഴകൾ കണ്ടെത്തേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട MP, ഞാനതുകൊണ്ടാണല്ലോ എൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ചർച്ചയിൽ ഞാൻ ഇന്നലത്തെ ഒരു സംഭവം സൂചിപ്പിച്ചത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കാവുന്ന നടപടികൾ സ്വീകരിച്ചു, പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ചത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഇതിൻ്റെ കോൺട്രാക്റ്റ് ഏറ്റെടുക്കുന്ന ആളുകൾ അതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി നടത്തുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഊളാരുങ്കൽ സൊസൈറ്റിയാണ് അതിൻ്റെ കോൺട്രാക്റ്റ് ഏറ്റെടുത്ത പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. അവർ നടത്തിയ പ്രവൃത്തിയുടെ എന്തെങ്കിലും കുഴപ്പമാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി നടക്കുന്നുണ്ടോ? 2, റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ഹരിദാസ് പറഞ്ഞപ്പോൾ എൻ്റെ പേരെടുത്ത് 2-3 തവണ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ ഹാഷ്മി ചോദിച്ച ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ ഇടയിൽ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഞാനെന്തോ വലിയ പാതകം പറഞ്ഞു എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചത്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് സംസാരിക്കുകയല്ല, അദ്ദേഹം തെറ്റായൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതല്ല എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങയുടെ സമയം ഞാൻ എടുത്തതിൽ ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കാൻ. ഇന്നലെ നടന്നിട്ടുള്ള അപകടത്തെ സംബന്ധിച്ചാണെങ്കിലും അതിന് മുൻപ് നടന്നിട്ടുള്ളതാണെങ്കിലും ഇനി ഒരു പക്ഷേ ഉണ്ടാകരുത് എന്ന് നാം എല്ലാം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം ഒരു റോഡിലുണ്ടായ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്നവരും ആശിക്കുന്നവരുമാണ് എല്ലാ ആളുകളും. പക്ഷേ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ ലോകസഭയിൽ സൂചിപ്പിക്കുമ്പോൾ കേരളം രാജ്യത്തെ 4ാമത്തെ സംസ്ഥാനമാണ്. രാജ്യത്ത് ആകെയുള്ള ജനസംഖ്യയുടെ 2.5% കേരളത്തിൽ ആകെ രാജ്യത്ത് നടക്കുന്ന റോഡ് അപകടങ്ങളുടെ 9% നടക്കുന്നത്. പിന്നെ നമുക്ക് നിവേദനങ്ങൾ കൊടുക്കാം, നമുക്ക് ചർച്ചകളിൽ പങ്കെടുക്കാം, എനിക്കും നിങ്ങൾക്കുമൊക്കെ എത്ര വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ അതിന് പ്രായോഗികമായി അതിൻ്റെ നടപടികളുമായി ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടം മുതൽ സ്ഥലം ഏറ്റെടുക്കുന്ന ഘട്ടം മുതൽ അതിനുണ്ടാകുന്ന തടസ്സങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുമാണ്. പിന്നെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാന ഹൈവേകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഹൈവേ സംസ്ഥാനത്തിന് കൊടുത്തോ സംസ്ഥാന കേന്ദ്രത്തിന് കൊടുത്തോ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന റോഡുകളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായി വീതിയുള്ളതും സൗകര്യപ്രദവുമായിട്ടുള്ള റോഡുകൾ ഉണ്ടായിരിക്കുന്നു. അതിൽ അതാത് സമയങ്ങളിൽ ഏതെങ്കിലും താൽക്കാലികമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ട എന്നുള്ളതല്ല. അത് കളക്ടറേറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അതിന് മുകളിൽ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടണം. എനിക്ക് ബഹുമാനപ്പെട്ട നാസർ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം,
ഞങ്ങൾ വലിയ പ്രക്ഷോഭമായി രംഗത്തിറങ്ങും, നല്ലത് തന്നെയാണ്. BJP അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാവരും പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇന്ന് മാത്രമല്ലല്ലോ ആ പ്രശ്നമുണ്ടാകുന്നത്. ഇന്നലെയും മെലിങ്ങാന്നും ഒക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ശ്രദ്ധിക്കേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല, റോഡുകളിൽ ഈ തരത്തിലുണ്ടാകുന്ന അപകടങ്ങൾക്ക് കാരണം അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും, ഡ്രൈവർമാരെ മോണിറ്റർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, അതിൻ്റെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും, അതിന് ഏതെങ്കിലും ക്യാമറ വെച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു ചെക്ക് ആൻഡ് ബാലൻസ് മെഷേഴ്സ് എടുക്കാം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് അത്ഭുതമാണ് തോന്നിയത് ബഹുമാനപ്പെട്ട ശ്രീ ഉപേന്ദ്രൻ അദ്ദേഹം പറഞ്ഞ സമയത്ത്. അദ്ദേഹം നിവേദനം കൊടുത്തു, പക്ഷേ മന്ത്രി അതിനെ വേണ്ട രീതിയിൽ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം കൊടുത്ത നിവേദനത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രായോഗികമായ കാര്യങ്ങളായിരിക്കും, അതല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വളരെ ശക്തമായി നടപ്പാക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തുമെല്ലാം ഇതൊരു പോളിസിയുടെയും ഒരു പ്രോസസ്സിൻ്റെയും ഭാഗമായി നടക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളൊരു നടപടിയായി. തിയററ്റിക്കലി രസമാണ്, കേൾക്കാൻ രസമാണ്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഓൺ ഗ്രൗണ്ടിലൊന്നും പ്രാക്ടിക്കൽ ആവുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ക്യാമറ വെച്ചു, എന്തെങ്കിലും അപകടത്തിന് കുറവുണ്ടായോ? എന്തോ ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ കൂടുതലായി വരുത്താൻ പോകുന്നു, എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും സംഭവിക്കുന്നില്ല. നിരത്തിൽ ജീവൻ പൊലിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബാക്കിയൊക്കെ നമ്മൾ തിയറി പറയുമ്പോഴും. ശ്രീജേഷ് അരവിന്ദ്, ഇവിടെ ഇന്ന് VK ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പലയാവർത്തി പരാതി കൊടുത്ത കാര്യം പറയുകയാണ്. ഒന്നല്ല, പലയാവർത്തി പരാതി കൊടുത്ത കാര്യം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പരാതി കൊടുത്തിട്ടും കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ 5 നയാ പൈസയുടെ ജോലി എടുക്കാതിരുന്നെങ്കിൽ അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണ്ടേ? അതിൻ്റെ പിന്നാലെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ അടക്കം കൂട്ടി അതിൻ്റെ പിന്നാലെ നിങ്ങൾ കൂടേണ്ടവരല്ലേ? ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ ശ്രീജേഷ്? തീർച്ചയായിട്ടും കോൺഗ്രസിന് നേരെ വന്ന വിമർശനങ്ങളെ അതിനെ സഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കുന്നു. ഏതെങ്കിലും പാളിച്ച പാർട്ടിയുടെ ഭാഗത്തുണ്ടായിട്ടെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമം ഞങ്ങൾ ആത്മാർത്ഥമായി ചെയ്യും എന്ന് പറയുന്നു. പ്രാദേശികമായി ഞങ്ങൾ ഇതുപോലെയുള്ള സമരപരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. പ്രാദേശിക നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരം തന്നെയാണ് MP ആ റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ നടപടി ഉണ്ടാവാത്തതിന് ജനകീയ സമരം എന്നതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വീഴ്ചയിൽ നിന്ന് ഞങ്ങളത് പ്രതിഷേധത്തിലേക്ക് കടക്കും. പലപ്പോഴും പ്രാദേശിക സമരങ്ങളായതുകൊണ്ടാണ് അതിനൊരു സ്റ്റേറ്റ് തലത്തിൽ എത്താത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ വ്യക്തിപരമായി ഇതുപോലെയുള്ള പല സമരങ്ങളിലും പല ദിവസങ്ങളിലും പങ്കെടുക്കുന്നതാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും വേണ്ടി ഒരുപാട് തവണ സമരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇനി ശ്രീ കൃഷ്ണദാസ്, നിങ്ങളിതിനെ കാണുമ്പോൾ ഒരു ചെറിയ അഭ്യർത്ഥന നിങ്ങളോട്, ഞാൻ അതിനെ ആക്ഷേപിക്കുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 2 കേന്ദ്രമന്ത്രിമാരുണ്ട് കേരളത്തിൽ. നാളെ തന്നെ അവരെ കൊണ്ട് ഇടപെടിച്ച് അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും എന്ന വാക്കിനാണ് ഞങ്ങൾ കാത്തിരുന്നത്. അതിനു പകരം ആ പ്രാദേശികമായിട്ടുള്ള വികാരം അറിയുന്ന ആ മൃതശരീരം സ്വന്തം വീട്ടിൽ വെച്ച ഒരു മനുഷ്യന്റെ വികാരത്തിനെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് താങ്കളുടെ ശബ്ദം മാറിയപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ആത്മാർത്ഥമായ പ്രയാസമുണ്ടായത്. ഞങ്ങൾ ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെടുന്നു, BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, 2 കേന്ദ്രമന്ത്രിമാരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിനു പകരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് ശരിയായില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നത് ശരിയായില്ല. ഇവിടെ വേണ്ടത് രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വം നിറവേറ്റലാണ്, ഭരണപരമായ ഉത്തരവാദിത്വം നിറവേറ്റലാണ്. അതിലേക്ക് ഭരണകക്ഷികൾ എത്തണം, പ്രതിപക്ഷവും എത്തണം. ഏതായാലും പ്രതിപക്ഷത്തിന്റെ റോൾ നിർവഹിക്കുമെന്നും ഞങ്ങൾക്ക് നേരെ വന്ന വിമർശനങ്ങളെ അതിനെ സഹിഷ്ണുതയോടെ കൂടി കണ്ട് തിരുത്തേണ്ടത് തിരുത്തും എന്നുള്ള വാക്കുകൂടി ഇവിടെ തരുന്നു. ഓക്കെ, എന്തായാലും ഇനി ഇത്തരത്തിലൊരു ചർച്ച നമുക്ക് നടത്താൻ ഇടവരാതിരിക്കട്ടെ. ഇനിയും ഒരു കുഞ്ഞിനും ഒരു നിരപരാധിക്കും ആ റോഡിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ. ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ. ഈ പോക്കാണ് പോക്കെങ്കിൽ അവിടെ ഇനിയും ചോര ഒഴുകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാര്യം അമ്മാതിരി അപകടത്തെക്കുറിച്ച് നാട്ടുകാർ നിരന്തരം പറയുകയാണ്. ഇന്നിപ്പോൾ നാടിൻ്റെയും വീടിൻ്റെയും ഒക്കെ നോവായി പോയ 4 മക്കൾക്ക് ആദരമർപ്പിക്കുകയാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നതിന്